ഈസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത് സെഡ് ബൈ WHO. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് മെൻ്റൽ ഹെൽത്തിൻ്റെ എല്ലാം ഹിസ്റ്ററിയും ആൻഡ് ഒരു മെൻ്റൽ ഹെൽത്ത് നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പും എല്ലാമാണ് പഠിക്കുന്നത്. സോ എന്താണ് ഈ മെൻ്റൽ ഹെൽത്ത്? ദർ ഈസ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ടു വേൾഡ്, നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് അലോങ് വിത്ത് ഈച്ച് അതർ വിത്ത് മാക്സിമം എഫക്റ്റീവ്നെസ് ആൻഡ് ഹാപ്പിനെസ്. ഇതാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. സോ ദ അഡ്ജസ്റ്റ്മെൻറ്റ് of the human being to the environment and to each other with maximum effectiveness and happiness. ഇതും പറഞ്ഞത് WHO ആണ്. ഇനി നമ്മളിപ്പം മെൻ്റൽ ഹെൽത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെയും മെൻ്റൽ വെൽനെസ്സിൻ്റെയും ഇൽനെസ്സിൻ്റെയും പേഴ്സ്പെക്റ്റീവ്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പെസിമിസ്റ്റും ഒന്ന് ഒപ്റ്റിമിസ്റ്റും. പെസിമിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നല്ല കാര്യങ്ങൾ പറയുകയും നല്ല ആ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് പറയുകയും, അതാണ് പെസിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യുന്നു. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിനെ ഒപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ തീവ്രവാദങ്ങൾ മീൻസ് എന്താണോ നമ്മുടെ സൊസൈറ്റിയിൽ നോർമലായിട്ടുള്ള വെൽബീയിങ്ങിനായിട്ട് പോകുന്നത് അതിനെതിരായിട്ടൊക്കെ പറയുന്നതാണ് ഒപ്റ്റിമിസ്റ്റ്, എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ. ഇനി മെൻ്റൽ ഹെൽത്തിന് മറ്റൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇൻ വിച്ച് ദെൻ ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ എബിലിറ്റീസ്, വീക്ക്നെസ്, അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വർക്ക് അപ്പോൺ ഇറ്റ്, അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സെഡ് ബൈ WHO. അപ്പം മെൻ്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ എബിലിറ്റീസ്, can work productively and make a contribution to his or her community, said by WHO. ഓക്കെ, ഇങ്ങനത്തെ രണ്ട് ഡെഫിനേഷനാണ് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പഠിച്ചത്. ഇനി ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ഇറ്റ്സ് എൻ എബിലിറ്റി ടു അക്സെപ്റ്റ് സെൽഫ്. പിന്നെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ്, സോഷ്യൽ അക്സെപ്റ്റൻസ്, നമ്മൾ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ തോട്ട്സ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് എല്ലാം സോഷ്യൽ അക്സെപ്റ്റൻസിന് വരുന്നത്. നമ്മളെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ അക്സെപ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ എബിലിറ്റി ടു ഫുൾഫിൽ ലൈഫ് ടാസ്ക്. ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് if I wanted to become a nurse, I want to become a good nurse, I wanted to pass my examination, ഇതൊക്കെ എല്ലാം ടാസ്കുകളാണ്. ഇപ്പം ലൈഫ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നേഴ്സ് ആവുന്നത്, ഞാൻ നല്ലൊരു മകളാവുന്നത്, ഞാൻ നല്ലൊരു അമ്മയാവുന്നത്, ദീസ് ആർ ലൈഫിലെ ടാസ്ക് ആണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് നന്നായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ എബിലിറ്റി ടു ഫുൾഫിൽ ലൈഫ് ടാസ്ക്. ഇനി ദ കൺട്രോൾ ഓഫ് തോട്ട്സ് ആൻഡ് ഇമാജിനേഷൻ. നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് ഇപ്പം ആയിരക്കണക്കിന് തോട്ട്സാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഒപ്റ്റിമം നമ്പർ ഓഫ് തോട്ട്സ് വരുന്ന നോക്കിയാൽ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിന്തിക്കണം, പക്ഷേ അതിനൊരു അളവും നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഒരുപാട് തിങ്കിലോട്ട് പോകുമ്പോൾ നമ്മളെന്താ പറയുക, ഒബ്സഷൻ, ഒരുപാട് ചിന്തിക്കുന്നു, ഒരുപാട് തോട്ട്സ് ഉണ്ടാകുന്നത് ഒക്കെ പറയുന്നത്. സോ ഒരുപാട് തോട്ട്സ് നല്ലത്. അടുത്തതാണ് എഫിഷ്യൻസി ഇൻ വർക്ക് ആൻഡ് പ്ലേ. ഇപ്പം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ നന്നായിട്ട് ഇപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കളിക്കുന്ന സമയത്ത് അവർക്ക് നല്ല എഫിഷ്യൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർ മെൻ്റലി ഹെൽത്തി ആവണം. ഇപ്പം ഞാൻ മെൻ്റലി ഹെൽത്തി അല്ല, ഞാൻ ഭയങ്കര വീക്കാണ്, എല്ലാവരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വീക്കറാണ്, ഞാൻ സ്ട്രോങ്ങർ അല്ല, ഞാൻ ഇൻഫീരിയറാണ് എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് മെൻ്റലി അത്രയും സ്റ്റേബിൾ അല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹെൽത്തി ഇമോഷണൽ ലൈഫ്. നല്ല നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ സന്തോഷങ്ങളെ, സങ്കടങ്ങളെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറയുന്നത് ഹെൽത്തി ഇമോഷണൽ ലൈഫ്. ഓക്കെ, ഇനി ക്രൈറ്റീരിയ ഫോർ മെൻ്റൽ ഹെൽത്തിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ദ എബിലിറ്റി ടു അക്സെപ്റ്റ് സെൽഫ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, പിന്നെ നമ്മുടെ ലൈഫ് ടാസ്കുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ സൊസൈറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന സോഷ്യൽ അക്സെപ്റ്റൻസ്, പിന്നെ നമ്മുടെ വർക്കിലാണെങ്കിലും പ്ലേ ആക്ടിവിറ്റീസിലാണെങ്കിലും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വരുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം ക്രൈറ്റീരിയക്കകത്താണ് വരുന്നത്.
അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഇൻഡിക്കേറ്റേഴ്സ് മെൻ്റലി ഹെൽത്തി ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള പവർ, പിന്നെ ഓട്ടോണമി. മീൻസ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതിന് ഫുള്ളി ആൻസറബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സായിട്ട് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വരുന്നതാണ് ഇൻ്റഗ്രേഷൻ, ഓട്ടോണമി. അടുത്തത് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതാണ് റിയാലിറ്റി. ഇപ്പം നമ്മൾ ഇനി പഠിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ പഠിക്കും. അവിടെയൊക്കെ അവർക്ക് ശരിക്കും റിയാലിറ്റിയിലല്ല, അവർ കുറേ ഇങ്ങനെ ചിന്തിച്ച് ഇമാജിൻ ചെയ്ത്, ഇപ്പം അവിടെ 2 പേര് എന്ന് സംസാരിക്കും, അവരുടനെ ചിന്തിക്കും ഓക്കെ അവർ അവിടെ ഇത് സംസാരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കും അവരെന്നെക്കുറിച്ചായിരിക്കും അല്ലേ പറഞ്ഞത്, അവർ വേറെ എന്തിനെയോ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും അവർ നമ്മളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നതെന്ന്. അങ്ങനെയെല്ലാം ഒരു മെൻ്റലി ഇൽനെസ്സിൻ്റെയൊക്കെ ഒരു പാർട്ടാണത്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സെൽഫ്. ഞാൻ എന്നോടൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുണ്ടോ, ഞാൻ വളരണം, സെൽഫ് ഗ്രോത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സാണ്. ആൻഡ് എൻവയൺമെൻറ്റൽ മാസ്റ്ററി. ഹാലൂസിനേഷൻ പോലെ എന്തെങ്കിലും ഇമാജിനേഷൻ ഉണ്ടോ ഇല്ലയോ, അതെല്ലാം ഇൻഡിക്കേറ്റേഴ്സാണ്. സോ ബേസിക്കായിട്ട് വോട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എപ്പോഴും ഗ്രോ ചെയ്യണം, എപ്പോഴും ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കണം, സെൽഫ് ഗ്രോത്ത് ഉണ്ടാവണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ള ചിന്ത. രണ്ടാമത്തത് ഇൻറ്റഗ്രേഷൻ, മൂന്നാമത്തത് ഓട്ടോണമി, ആൻഡ് നാലാമത്തെ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ആൻഡ് എൻവയൺമെൻറ്റൽ മാസ്റ്ററി. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെൻ്റൽ ഹെൽത്തിനകത്ത് വരുന്നത്. ഇനി എന്താണ് മെൻ്റൽ ഇൽനെസ് എന്ന് നോക്കാം. ഓക്കെ, മെൻ്റൽ ഇൽനെസ്സിനെ നമുക്ക്, അല്ലെങ്കിൽ മെൻ്റലും കൂടാതെ തന്നെ നമ്മുടെ ബിഹേവിയറിനെ, ദീസ് ആർ കൺസിഡേർഡ് ആർ അണ്ടർസ്റ്റുഡ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ. അതായത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടെ നമ്മുടെ തിങ്കിങ്, പിന്നെ നമ്മുടെ മൂഡ്, നമ്മുടെ ബിഹേവിയർ, സങ്കടം നമ്മുടെ മൂഡ്, ബിഹേവിയർ, തിങ്കിങ്, ഇത് എല്ലാം നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു പേഴ്സണൽ ഡിസ്ട്രെസ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് കാരണമോ വരുന്നതായിരിക്കാം. സോ മെൻ്റൽ ആൻഡ് ബിഹേവിയർ ആർ കൺസിഡർഡ് സിഗ്നിഫിക്കലി are understood as clinically significant condition characterized by alteration in thinking, mood, behavior and associated with the personal distress or impaired function സെറ്റ് ബൈ WHO. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളുടെ ക്രൈറ്റീരിയ എന്ന് പറയാം. സോ അതിനകത്ത് ഫസ്റ്റ് വൺ, ദെയർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർബൻസ് ഇൻ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഇപ്പം അവർ ചിന്തിക്കുന്ന അവരുടെ ചിന്തകളിലും അവരുടെ ബിഹേവിയറിലും, ചിന്തകൾ ഇൻ ദ സെൻസ്, ഇപ്പം ഞാനിവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്കിവിടെ ഓടണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ബിഹേവിയർ എന്ന് വെച്ചാൽ ഇപ്പം ഒരു മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭയങ്കര നട്ടഹസിക്കോ ഇല്ല, പക്ഷേ ഇവർക്ക് മേ ബി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇപ്പം ഒരു സന്തോഷമുള്ള നിമിഷത്തിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് കരയും അതെല്ലാം. അടുത്തത്, ദി ഡിസ്റ്റർബൻസ് റിഫ്ലെക്ട് സം കൈൻഡ് ഓഫ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസ്ഫങ്ഷൻ. ഇപ്പം the disturbance reflects in some kind of biological, psychological and development of dysfunction. At the disturbance leads to significant distress or disability to self or to others. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ആ ഒരു ചിന്തയിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് കാരണം ഒന്നുകിൽ ആ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് കൊല്ലാനുള്ള ടെൻഡൻസി വരാം, സൂയിസൈഡൽ ടെൻഡൻസി, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൊല്ലണം എന്നുള്ള ടെൻഡൻസി, ഒരു ഹോമിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ആൻഡ് ചില കുട്ടികൾ ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാറില്ല, കോപ്പലാരിയ. സോ ആൻഡ് പ്രായമായാലും അവർ
ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ അത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വന്നില്ല, അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. ആ ഒരു അഡാപ്റ്റേഷൻ പ്രശ്നമാണ് അവിടെ. സോ അതെല്ലാം നല്ലതല്ല. ഡോണ്ട് എൻകറേജ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഇനി അടുത്തയാണ് ദ ഡിസ്റ്റർബൻസ് ഇൻ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ മസ്റ്റ് ബി സോഷ്യലി അൺഅക്സെപ്റ്റബിൾ റെസ്പോൺസ് ടു സർട്ടൻ ഇവൻറ്റ്സ്. അപ്പം അൺഅക്സെപ്റ്റബിൾ ടു ദ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കരയേണ്ടടുത്ത് ചിരിക്കും, ചിരിക്കേണ്ടടുത്ത് കരയുകയും ചെയ്യുന്നത് സൊസൈറ്റി അംഗീകരിക്കുന്നില്ല. ആ ഒരു അതാണ് മെൻ്റലി ഇൽനെസ്സിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മുടെ തോട്ട്സിലും ഫീലിങ്സിലും ഇമോഷൻസിലും എല്ലാം ഫ്ലക്ച്വേഷൻസ് വരും. അപ്പം അത് നമ്മുടെ ഫിസിക്കൽ ബയോളജിക്കലി നമ്മളെ അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസബിലിറ്റി ഉണ്ടാക്കും. ബേസിക്കലി നമ്മുടെ ചിന്തകളെ അത് എഫക്റ്റ് ചെയ്യും, അത് നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തത് മെൻ്റലി ഇൽനെസ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ മെമ്മറി, തിങ്കിങ്, പെർസെപ്ഷൻ, ഫീലിങ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. ഇത് നമ്മുടെ സംസാരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ഇപ്പം നമ്മളൊരു സെനാരിയോ ചോദിക്കുവാണ്, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുവാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഓഫ്കോഴ്സ് ചിലവർ പറയും എനിക്ക് എങ്ങനെയെങ്കിലും പോയി അവിടെ വീട്ടിനകത്തുള്ള ആളുകൾ രക്ഷിച്ചേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഞാൻ വീട്ടിനകത്തോട്ട് ചാടി കയറി പോവും. ചിലവർ പറയും ഞാൻ വെള്ളവും മണ്ണും കൊണ്ട് വീടിൻ്റെ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കും. ചിലവർ പറയും ആണോ കത്തിക്കോട്ടെ ഓക്കെ, അങ്ങനെ ചിന്തിക്കും ചിലവർ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന സംസാരത്തിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ ബിഹേവിയർ കോസസ് ഡിസ്ട്രസ് ആൻഡ് ഇൻഡിവിജ്വൽ ടു അതേഴ്സ് ഓർ ബോത്ത്. ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ ചേഞ്ചസ്, അവരുടെ ബിഹേവിയറിൻ്റെ ചേഞ്ച് ഒന്നെങ്കിൽ അവരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എഫക്റ്റ് ചെയ്യും. പറയാം നമുക്ക്. ഡിസ്ട്രസ് കോസസ് ഡിസ്റ്റർബൻസ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇത്തരത്തിലുള്ള ഡിസ്ട്രസ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. ആൻഡ് സഫർ കോസ് ഡിസ്റ്റർബൻസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ബാക്കിയുള്ള ആളുകളെയും, അതായത് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബാക്കിയുള്ള ആളുകളെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോസസ് വൊക്കേഷണൽ ആൻഡ് സോഷ്യൽ ഡിസ്ഫങ്ഷൻ, ബയോളജിക്കൽ ഡിസ്ഫങ്ഷൻ, സൈക്കോളജിക്കൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിസ്ഫങ്ഷൻ. ഓക്കെ, ഇപ്പം തന്നെ ചില മാനിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ച് എല്ലാവരും ഒരു എക്സൈറ്റഡ്മെൻറ്റ് സ്റ്റേറ്റിലാണ്. അങ്ങനെ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റലി ഹെൽത്തി ആൻഡ് മെൻ്റലി ഇൽനെസ് നോക്കാം. ഒന്നാമത്തത്, നല്ല മെൻ്റലി ഹെൽത്തി അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോപ്പിംഗ് സ്കില്ല് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ കോപ്പിംഗ് സ്കില്ല് കുറവാണ്. ദെൻ കനോട്ട് മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ബാക്കിയുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. പിന്നെ എപ്പോഴും സ്വന്തമായിട്ടൊരു വിലയില്ല, ഞാൻ ആരുമല്ല, എന്നെക്കൊണ്ട് ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ഭൂമിക്കൊരു ഭാരമാണ് എന്നൊക്കെ അവർ ചിന്തിക്കുക. ആൻഡ് കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം ലാർജ്ലി ബൈ ഇറ്റ്സ് ഓൺ എഫേർട്ട്. സ്വന്തമായിട്ടുള്ള എഫേർട്ടിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലാർജ്ലി കനോട്ട് സോൾവ്. സ്വന്തമായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ ഒരു പേടിയെ തരണം ചെയ്യാനോ ഒന്നും അവർക്കൊരു സെൽഫ് എസ്റ്റീം ഇല്ല. അതാണ് പ്രശ്നം. പിന്നെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നില്ല, എപ്പോഴും ബാക്കിയുള്ളവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നുണ്ട്, ഉത്തരവാദിത്വമില്ല, ആൻഡ് അണേബിൾ ടു മെയിൻറ്റെയിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ എപ്പോഴും unable to balance life, unacceptable, optimal use of capabilities. ഒന്നും കഴിവ് ഉപയോഗിക്കുന്നേ ഇല്ല ഇതിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എവല്യൂഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് സർവീസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഒന്നാമത്തത്, പണ്ട് ഏർലി സിവിലൈസേഷൻ്റെ സമയത്ത് നമ്മൾ മെൻ്റലി ഒരാൾ വീക്കാണോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്നത് ഓക്കെ എന്തോ പൈശാചികമായിട്ടുള്ള ശക്തി അവരുടെ ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണെന്ന്. ഒരു ഡെമോണിക് പൊസഷൻ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആൻസെസ്ട്രൽ സ്പിരിറ്റ്. ഇത് അവരുടെ കുടുംബത്തിൽ ആർക്കോ ഇങ്ങനെയുണ്ട്, അതിൽ നിന്നും അടുത്ത ജനറേഷന് വന്നതാണ്, ആൻഡ് ഇവരെ മാറ്റി നിർത്തണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത. ആൻഡ് നെഗ്ലക്റ്റിംഗ് കൾച്ചർ റിഫ്ലക്റ്റ് ആൻഡ് സ്പിരിച്വൽ കണ്ടംനേഷൻ. മീൻസ് ഞാൻ പറഞ്ഞ പൈശാചികമായിട്ടുള്ളൊരു ശക്തി അവിടെ ഉണ്ട്. അവർ അങ്ങനെ അഴുക്ക ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് ആണ് അവർക്ക് ഇങ്ങനത്തെ തോട്ട്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല ഇൻ ദ ഏർലി സിവിലൈസേഷൻ. ഇനി അടുത്ത മിഡിൽ ഏജിലെ റെനിയൻസ്.
കമ്മ്യൂണിറ്റി ലൈഫിൽ നിന്ന് എല്ലാം അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു ക്രിമിനലായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആൻഡ് കെയർ വിത്ത് കസ്റ്റോഡിയൻ, അതായത് അവർക്ക് ഒരു തരത്തിലുള്ളൊരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് റിസ്ട്രെയിൻ ചെയ്തത്. അതായത് അവരെ കസ്റ്റഡിയിൽ കിടത്തുകയായിരുന്നു. ആദ്യം പണ്ട് ഏർലി സിവിലൈസേഷനിൽ വിചാരിച്ചിരുന്നത് ഒരു പൈശാചികമായിട്ടുള്ള ശക്തിയുണ്ട്, അത് അവരുടെ സംസ്കാരവും അവരുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ. പിന്നൊരു മിഡിൽ സിവിലൈസേഷൻ വന്നപ്പോഴത്തേക്കും ഓക്കെ അവർക്ക് അസുഖമുണ്ട് ആൻഡ് ദേ ഷുഡ് ബി ഇൻ കസ്റ്റഡി എന്ന് പറഞ്ഞ് റിസ്ട്രെയിൻ ചെയ്യുമായിരുന്നു. ദെൻ ഇൻ ദ 18th and 19th സെഞ്ച്വറിയുടെ ഏർലി പീരീഡ് ആയിരുന്ന സമയത്ത് മെൻ്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ അസൈലത്തിൽ കീപ്പ് ചെയ്ത്, അതായത് ഗ്രില്ലിൽ ജയിലിൽ ഇടുമായിരുന്നു. ആൻഡ് കെയർഡ് ബൈ അൺട്രെയിൻഡ് പേഴ്സണൽസ്. ഇപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ സൈക്യാട്രിയെ കുറിച്ച് വളരെ നോളേജുകൾ, ഇപ്പം നമ്മൾ തന്നെ BSc നഴ്സിംഗ് സ്റ്റുഡൻസ്, നമുക്ക് ഒരുപാട് സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ഒരു കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് അറിയാം. അതുപോലും അറിഞ്ഞുകൂടാത്ത ആളുകളായിരുന്നു ഈ പറഞ്ഞ പേഷ്യൻസിനെ നോക്കിക്കൊണ്ട് ഇരുന്നത്. ആൻഡ് ലുണാറ്റിക് അസൈലം വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ മുംബൈ ദ ഇയർ 1745. കൊൽക്കത്തയിൽ വന്നത് 1745 മുംബൈയിൽ വന്നു, 1784 കൊൽക്കത്തയിൽ വന്നു. ഓക്കെ, ഇനി ഒരുപാട് തിയറീസ് were developed regarding the cause of mental illness. മെൻ്റൽ ഇൽനെസ് വരാനുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 19ാം നൂറ്റാണ്ടിലാണ് ഫിസീഷ്യൻസ് ട്രൈ ടു ക്ലാസിഫൈ മെൻ്റൽ ഇൽനെസ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇനി അടുത്തത് 19ാം സെഞ്ച്വറി, 19th century signified from 1854 to 1939. ഇദ്ദേഹം ആണ് നമ്മുടെ സൈക്കോസെക്ഷൽ തിയറീസ് കൊണ്ടുവന്നത്. ഓക്കെ, എമിൽ ക്രെപ്ലീന് ഇൻ 1856 to 1926. ഓക്കെ, ഇൻ ഹിയർ ദർ ഇസ് എ മെത്തേഡ് ഓഫ് കെയറിങ് മെൻ്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കുറച്ചും കൂടി ഹ്യൂമെയിനായിട്ട്, മെൻ്റലി ഇൽനെസ് വെയർ റിഗാർഡ് സൈക്യാട്രിക് ഡിസോർഡർ ആയിട്ടാണ് കരുതിയിരുന്നത്. മോഡേൺ ഫിസീഷ്യൻസ് നാച്ചുറൽ ആയിട്ടുള്ള സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടും ഏർലി ഡിറ്റക്ഷൻസും ട്രീറ്റ്മെൻറ്റ്സും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. 1950 സൈക്കോട്രോപിക് ഏജൻസിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തമായിട്ടുള്ള ക്ലോപ്രൊമാസിൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗാണ് ക്ലോപ്രൊമാസിൻ ആൻഡ് ലിഥിയം. ദെൻ റിസ്ട്രെയിൻസ് എല്ലാം അവരിൽ നിന്ന് റിമൂവ് ചെയ്തു. വേരിയസ് സൊമാറ്റിക് തിയറീസ്, നമ്മളെ ഇൻസുലിൻ ഷോക്ക് തെറാപ്പിയും കൊണ്ടുവന്നത് 1924 ഷോക്ക് തെറാപ്പി കൊടുത്തിരുന്നത്. അതായത് ഇവർക്ക് ഇൻസുലിൻ്റെ ഒരു വലിയൊരു ഡോസ് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഒരു ബോധമില്ലാതെ ഒരു സ്റ്റേറ്റിലോട്ട് പോകാറാണ് പതിവ്. ഇത് നമ്മൾ എൻ ജി ട്യൂബ് വഴി കൊടുക്കും. പേഷ്യൻ്റ് ഒരു കൊമറ്റൈസ് സ്റ്റേറ്റ് ആക്കാറുണ്ടായിരുന്നു. ആൻഡ് 20ാം സെഞ്ച്വറി, അതായത് 1960 മുതൽ 2007 വരെയുള്ള പീരീഡിൽ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് കെയറിൽ നിന്ന്, അതായത് ഹോസ്പിറ്റലിൽ അസൈലത്തിൽ ഇടുന്നതിന് പകരം വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടിലെ നല്ലൊരു ഹാപ്പി എൻവയൺമെൻറ്റൊക്കെ അറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഉള്ളൊരു മെൻ്റൽ കെയർ കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി റിഡക്ഷൻ ഇൻ ബെഡ് ഇൻ ദ കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോഡ് ബൈ ഗ്രോത്ത് ഇൻ ജനറൽ. പൊതുവെ അങ്ങനെ ജനറലി നല്ലൊരു കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം തന്നെ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഇത്തരത്തിൽ മെൻ്റലി പ്രശ്നമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ കൊണ്ട് ജയിലിടുമായിരുന്നു. ഇപ്പം പിന്നെ വീടുകളിൽ അവിടുത്തെ ബെഡിൻ്റെ നമ്പർ കുറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞാലും പോപ്പുലേഷൻ കൂടി വരുന്നതനുസരിച്ച് അന്നത്തെ നമ്പർ ഓഫ് ബെഡ് അതിനനുസരിച്ചുള്ളൊരു ബെഡ് ഇപ്പോഴും ഉണ്ട്. എങ്കിലും പോപ്പുലേഷൻ്റെ റേറ്റിനനുസരിച്ചുള്ള പൊതുവേ നമുക്കിപ്പം വീട്ടിലാണ് കുറേയൊക്കെ ട്രെയിനിങ് ഉള്ളത്. പിന്നെ 21ാമത്തെ സെഞ്ച്വറിയിൽ ന്യൂറോ സയൻസ്, എപ്പിഡമിയോളജി, തെറാപ്യൂട്ടിക്സ്, അങ്ങനെ ഒരു നോളേജിന് എക്സ്പ്ലോഷൻ അങ്ങ് കൂടി. അതായത് ഭയങ്കരമായിട്ട് നോളേജബിളായി. പണ്ട് മെൻ്റൽ ഇൽനെസ്സോ നമുക്ക് വട്ടാണ്, അവളെ കൊണ്ട് ആശുപത്രിക്കുണ്ട് എന്ന് പറയുന്നിടത്ത് നിന്ന് ഇപ്പം വീടുകളിൽ പോലും ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 580 മുതൽ 510 BC വരെ പൈതഗോറസ് ആണ് ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്രെയിൻ ബീയിങ് ദ സെറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ്. ബ്രെയിനാണ് ഈ പറയുന്ന ബുദ്ധിയും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാനുള്ള എല്ലാത്തിൻ്റെയും മെയിൻ സംഭവം എന്ന് കണ്ടെത്തിയത്.
460 മുതൽ 370 BC ഹിപ്പോക്രൈറ്റ്സ് ആണ് മെൻ്റൽ ഇൽനെസ്സിനെ ഹിസ്ട്രിയ, മാനിയ, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഹിസ്ട്രിയ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാധ കയറി എന്നൊക്കെ പറയില്ലേ, ബാധ കയറി, അത് ശരിക്കും ഹിസ്ട്രിയാണ്. ബാധ കയറി, തുള്ളി, ദൈവം അവരുടെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്കും ആണ് അവരത് തുള്ളിയത് എന്നൊക്കെ ഇങ്ങനെ പറയില്ല. അത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ. Then believe that the black bile causes melancholy and the bloodletting could remove the excess. Excess ആയിട്ടുള്ള remove. Excess ആയിട്ട് remove. ബ്ലാക്ക് ബൈലാണ് മെലങ്കോളിയും ബ്ലഡ് ലെറ്റിംഗ് എല്ലാം could remove the excess. ഇനി അടുത്തത് പ്ലാറ്റോ 427 മുതൽ 378 BD വരെ. He mentioned a relationship between the mind and the body. ദെൻ പിന്നെ ഫാദർ ഓഫ് സൈക്യാട്രിയാണ് അസ്പിയാറ്റസ്. അദ്ദേഹം ഡയറ്റിനെ കുറിച്ച് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, മെൻ്റലി ഹെൽത്തി ആവാനുള്ള എന്തൊക്കെ എക്സസൈസാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ദെൻ അരിസ്റ്റോട്ടിൽ മ്യൂസിക് തെറാപ്പി എല്ലാം പേഷ്യൻസ് വിത്ത് മെലൻകോളിയ നല്ലതാണ്, മീൻസ് മ്യൂസിക് തെറാപ്പിയൊക്കെ നല്ലതാണ്, പേഷ്യൻറ്റിനെ കുറച്ചുകൂടി കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇറ്റ്സ് അരിസ്റ്റോട്ടിൽ. ദെൻ സെൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹം പറഞ്ഞത് ഗോഡ് ആക്റ്റഡ് ഡയറക്റ്റ്ലി ഇൻ ഹ്യൂമൻ അഫെയർ ആൻഡ് പീപ്പിൾ. അതായത് ഗോഡ് ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. മീൻസ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിൽ ഓരോ ആളുകളും മൈൻഡിനെ എങ്ങനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് അവരുടെ വാചകങ്ങളിലൂടെ നമ്മുടെ സൈക്യാട്രിയിൽ മെൻ്റൽ ഹെൽത്തിന് വന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then Renaissance in Europe is the saddest chapter. It believed that the demons were the cause of hallucination. Hallucination കാരണം നമ്മൾ ഈ ഡെമൺസ് എന്നാണ്. 1773 ഫസ്റ്റ് മെൻ്റൽ ഹോസ്പിറ്റൽ US സ്റ്റാർട്ട് ചെയ്തു, ബിൽഡ് ഇൻ വില്യൻബർഗ്, വെർജീനിയ. ഇനി 1793 ഫിലിപ്പി പീനൽ, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രിയുടെ പിതാവ്. ആൻഡ് റിമൂവ്ഡ് ദ ചെയിൻ ഫ്രം മെൻ്റലി, ചെയിൻ ലിബറേഷൻ. അതായത് ഇപ്പം നമ്മൾ മെൻ്റൽ ആശുപത്രിയിൽ കഴിവതും നമ്മൾ വി ടെൽ ദാറ്റ് നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റ് റിസ്ട്രെയിൻ ചെയ്തിടാനായിട്ട് പാടില്ല. എപ്പോഴും അവർ എൻവയൺമെൻ്റൊക്കെ മനസ്സിലാക്കി അവർ കൂടുതൽ സ്റ്റിമുലസ് ആക്കാതിരുന്നാൽ മതിയെന്നാണ്. പക്ഷേ അറ്റ് ടൈംസ് ഭയങ്കര വയലൻ്റ് ആവുന്നുണ്ട്, അവർ സെൽഫ് ഹാം ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരെ ഹാം ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ വി പുട്ട് ദം ഇൻ ജയിൽ. അപ്പം തന്നെ കൈ റിസ്ട്രെയിൻ്റെ കാര്യം മീൻസ് അതൊക്കെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് അത് അവരാണ് റിസ്ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ചെയിൻ ലിബറേഷൻ കൊണ്ടുവന്നത് 1793 ഫിലിപ്പി പീനലാണ്. ഹീസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി. ചെയ്യുന്നതെല്ലാം ഹോസ്പിറ്റൽ, അത് നമുക്ക് പറയുന്നതിൽ അതൊക്കെ അത് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിയാവുന്ന ആളുകളൊക്കെ ദേ സെറ്റ് ഒരു ക്രൈറ്റീരിയ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചാണ് വർക്ക് ചെയ്ത് പോകുന്നത്. 1843 നാക്റ്റഡ് റൂൾ, സെക്ഷൻ 89 ഇന്ത്യൻ പീനൽ കോഡ്. ബെഞ്ചമിൻ റഷാണ് ആദ്യത്തെ അമേരിക്കൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ സൈക്യാട്രി കൊണ്ടുവന്നത്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി, ദാറ്റ് ഇസ് ബെഞ്ചമിൻ റോഷ്. ദെൻ എമിൽ ക്രെപ്ലിൻ 1903 ആൻഡ് ഹി ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ഡിംനേഷ്യ, പാരക്കോക്സ് ആൻഡ് മാനിക് ഡിപ്രഷൻ. അങ്ങനെ പിന്നെ 1912 ഇന്ത്യൻ ലൂണസി ആക്ട് കൊണ്ടുവന്നത്. ആൻഡ് 1912 ഷീസോഫ്രീനിയ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത്. ദെൻ 1927 നമുക്കൊരു ഇൻസുലിൻ ഷോക്ക് തെറാപ്പി കൊടുക്കാം എന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ 1936 ഒരു ഫ്രോണ്ടൽ ലോബെക്ടമി കണ്ടക്ട് ചെയ്തു. ഇങ്ങനെ കേട്ടിരിക്കുക, എല്ലാം പഠിക്കണമെന്നില്ല. 1939 സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി കൊണ്ടുവന്നത്. 1947 ലിഥിയം തെറാപ്പി. 1952 ക്ലോപ്രോമാസിൻ എന്ന ആദ്യത്തെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ് കൊണ്ടുവന്നു. ഇത്രയൊക്കെയാണ് കൂടുതലും. പിന്നെ 1987 മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നു. ദെൻ 1990 നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അങ്ങനെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 1950കളോടെ നമ്മൾ സൈക്കോട്രോപിക് ഡ്രഗ്സുകൾ പേഷ്യൻസിന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു 75 വർഷമേ ആവുന്നുള്ളൂ.
അത്രത്തോളം ഡെവലപ്ഡായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ, മെൻ്റൽ ഹെൽത്തിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ആൻഡ് അതൊരു മൈൻഡ് ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണെന്ന്, ദെൻ അതിൻ്റെ എല്ലാം ക്രൈറ്റീരിയാസ്, ദെൻ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അത് മെൻ്റലി ഹെൽത്തി മെൻ്റലി ഇല്ലായിട്ടുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ പീരീഡിൽ എന്താ കൊണ്ടുവന്നു, ആരാണ് ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി, ദെൻ അങ്ങനെ കുറേ ഓരോ വർഷവും ഓരോരോ കാര്യങ്ങളാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് വന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഇത്ര നേരത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കി കിട്ടിയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പഠിക്കാനായിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് വീഡിയോ കേൾക്കുക. മീൻസ് ആദ്യം ഒരിക്കൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇയർ ഒന്നും നമുക്ക് ഓർക്കാനായിട്ട് പോകുന്നില്ല. അറിയാമെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ദാറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടായിട്ട് എഴുതിയെടുക്കുക. ആൻഡ് ദെൻ ബെസ്റ്റ് പറയണോട്ടോ, എന്തായാലും കണ്ടുപിടിച്ചാണെങ്കിൽ നമ്മൾ പറയണം. എന്നാണ് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ക്ലോപ്രൊമാസിൻ കൊണ്ടുവന്ന വർഷം? ഈ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഹൂ ഈസ് നോൺ എസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി? ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ഇന്ന് നിങ്ങൾക്കായിട്ടുള്ളത്. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്.